ഞാൻ പറഞ്ഞിട്ടില്ല. എനിക്ക് സെറ്റിൽ ആവാൻ 2.5 വർഷം വേണ്ടി വരും. അതിനു മുന്നേ പുള്ളി എണീറ്റ് പോയി. അതെന്റെ തെറ്റാണോ? തെറ്റാണോ? അത് തേപ്പാണോ? അത്രേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ അനുമോളും അനീഷും ഒന്നിക്കുകയാണ് സുഹൃത്തുക്കളെ. ഒന്നിക്കുകയാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് ജീവിതത്തിൽ ഒന്നിക്കുന്ന കാര്യമാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട. വരുന്ന ഡിസംബർ മാസത്തിൽ 14-ാം തീയതി എന്നാണ് അനീഷ് പറഞ്ഞത്. അനുമോളും അനീഷും ഒന്നിക്കുന്നു എന്ന് അനീഷ് തന്നെയാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു അതൊരു ഉദ്ഘാടന ചടങ്ങായിരിക്കാം. എന്തെങ്കിലും അവിടെ അനുമോളും അനീഷും ഒരുമിച്ചെത്തുന്നുണ്ട് എന്നാണ് അനീഷ് പറഞ്ഞിരിക്കുന്നത്. 14-ാം തീയതി ആയിരിക്കും മിക്കതും. കൂടുതൽ വിവരങ്ങൾ അറിയിക്കാം എന്നൊക്കെയാണ് അനീഷ് പറഞ്ഞത്. സംഭവം ഇങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ അനുമോളുടെയും അനീഷിന്റെയും ടോപ്പിക്കിനെ കുറിച്ച് ഇപ്പൊ വീണ്ടും സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ് അനുമോളുടെ ഈ ഒരൊറ്റ ഡയലോഗ്. ഒന്നാമത്തെ കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അങ്ങേർക്ക് അനുമോളെ കയറി ചൊറിയേണ്ട വല്ല ആവശ്യമുണ്ടോ? എന്തിന് അനീഷിനെ തേച്ചു എന്ന്. അനുമോൾ എപ്പോഴാണ് അനീഷിനെ തേച്ചതെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. എപ്പോഴാണ് അനുമോൾ അനീഷിനെ തേച്ചതെന്ന്. ബിഗ് ബോസിനുള്ളിൽ വെച്ചിട്ട് അനീഷ് അനുമോളുടെ അടുത്ത് വിവാഹം കഴിക്കാം എന്നൊരു കാര്യം അവിടെ അനുമോളുടെ അടുത്ത് പറഞ്ഞു. അനുമോള് എനിക്കിപ്പോ വിവാഹം കഴിക്കാൻ താല്പര്യമില്ല എന്നൊരു മറുപടിയും തിരിച്ചു പറഞ്ഞു. ഇതിനെങ്ങനെയാണ് അനീഷിന് തേച്ചത്? നമ്മളൊരാളെ പ്രണയിച്ച് വർഷങ്ങളോളം പ്രണയിച്ച്, അല്ലെങ്കിൽ പോട്ടെ മാസങ്ങളോളം പ്രണയിച്ച്, ഇനി അതും പോട്ടെ കുറച്ച് ദിവസങ്ങളോളം പ്രണയിച്ച് അയാളുടെ അടുത്ത് എനിക്ക് വിവാഹം കഴിക്കാൻ താല്പര്യമില്ല, ശരിയാവില്ല നമ്മുടെ ബന്ധം, നമുക്ക് ബ്രേക്കപ്പ് ആവാം എന്നൊക്കെ പറഞ്ഞ് പിരിയുന്നതിനെയാണ് നമുക്ക് തേപ്പ് എന്ന് പറയാനായിട്ട് പറ്റുന്നത്. ഇവിടെ ബിഗ് ബോസ് വീടിനുള്ളില് അവിടെ സഹോദരി ബന്ധം എന്ന് പറഞ്ഞുകൊണ്ട് നടന്നിരുന്ന 2 പേരാണ് അനീഷും അനുമോളും. അനീഷ് തന്നെയാണ് ഞങ്ങളുടെ കുഞ്ഞു സഹോദരി എന്ന് പറഞ്ഞിട്ട് അനുമോളെ ചേർത്ത് പിടിച്ചൊരു വ്യക്തി. അങ്ങനെ നടന്നിരുന്ന വ്യക്തി പിന്നീട് അനുമോളുടെ അടുത്തൊരു ക്രഷ് തോന്നിയിട്ടുണ്ട് എന്നൊരു ഡയലോഗ് പറഞ്ഞപ്പോൾ അതിനുശേഷം മാത്രം അനുമോൾ അവിടെ അനീഷിന്റെ അടുത്ത് കളിപ്പിക്കുന്ന രീതിയിൽ ചേട്ടാ പൊന്നെ പാല് വേണോ ചേട്ടാ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു തമാശ, ഒരു കോംബോ ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഇല്ലെന്ന് ഞാൻ പറയില്ല. കാരണം ബിഗ് ബോസ് ആണ്, അവിടെ കണ്ടന്റുകൾക്ക് പ്രാധാന്യമുണ്ട്, അതിൽ സംശയമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഒരു ക്രഷ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അത് വെച്ച് അവരൊരു കണ്ടന്റ് ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ചു. അനുമോള് അനീഷിന് അതിനൊപ്പം നിന്നു, ഷാനവാസ് അതിനൊപ്പം നിന്നു, ആദിലനൂർ അതിനൊപ്പം നിന്നു. അങ്ങനെ അവർ കണ്ടന്റ് ഒക്കെ ഉണ്ടാക്കി നല്ല രസകരമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അനീഷിന് പ്രണയം എന്നുള്ളൊരു കാര്യം അനീഷ് അവിടെ വെളിപ്പെടുത്തുന്നത്. എന്തായാലും പോട്ടെ, ആദ്യത്തെ സംഭവമായതുകൊണ്ട് നമുക്കതിന് പ്രണയമായിട്ട് ആദ്യം തന്നെ പറയുന്നു ഞാൻ. അവിടെ നമുക്ക് വിവാഹം കഴിക്കാമെന്ന് അനുമോളുടെ അടുത്ത് പറഞ്ഞു. അനുമോൾ കേട്ട് ഷോക്കാവുന്നു. അനുമോൾ അവിടെ പൊട്ടിത്തെറിക്കുകയോ ദേഷ്യപ്പെടുകയോ സീൻ വഷളാക്കുകയോ ഒന്നും ചെയ്തില്ല. അനുമോൾ പറഞ്ഞു എനിക്ക് 2-2.5 വർഷം വേണം വിവാഹം കഴിക്കാനായിട്ട്, ഞാനിപ്പോൾ വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല ചേട്ടാ എന്ന് പറഞ്ഞ് അവിടെ കൊണ്ട് അവസാനിപ്പിച്ചു. ഈ ഒരു ടോപ്പിക്കിനെയാണ് ഇപ്പൊ കുറെ പേര് എടുത്തോണ്ട് വീണ്ടും വന്നിട്ട് അനുമോളുടെ അടുത്ത് ചോദിക്കുന്നത് തേച്ചു എന്ന്. അപ്പൊ അനുമോൾ കൊടുക്കുന്ന മറുപടി അതാണ്, ഞാൻ ഒരിക്കലും അനീഷ് ചേട്ടനോട് ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ടില്ല, ഒന്നും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞത് 2-2.5 വർഷം വേണം എനിക്ക് വിവാഹം കഴിക്കാൻ എന്നാ പറഞ്ഞിട്ടുള്ളൂ. അത് കേട്ട വഴിക്ക് ഞാൻ ഇഷ്ടമല്ല എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് പോയത് അനീഷ് ചേട്ടനാണ് എന്നൊരു കമന്റാണ് ഇപ്പൊ അനുമോള് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അവിടെ കൊണ്ടും വിഷയങ്ങൾ അവസാനിക്കുന്നില്ല. ഇതിനെതിരെ പലരുടെയും വോയിസും കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. അവളല്ലേ പറഞ്ഞത് അവൾക്ക് അനീഷുമായി ഇഷ്ടമല്ല, അനീഷിന് അങ്ങനെ ചിന്തിക്കാൻ കഴിയില്ല, അനീഷ് അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ, അനീഷിന്റെ ഭാവി പോവും, എനിക്കിനി വിവാഹാലോചന വരില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അനുമോൾ അതൊക്കെ സംസാരിച്ചില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനുമോൾക്കെതിരെ അവിടെ കൊണ്ടും അവസാനിക്കുന്നില്ല. അറ്റാക്കിങ് അവിടെയും വരുന്നുണ്ട്. അനുമോൾ പറഞ്ഞിട്ടുണ്ട്, ഇല്ലെന്ന് ഞാനും പറയുന്നില്ല. അനുമോൾ പറഞ്ഞത് ഇനി അനീഷേട്ടനെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംഭവിക്കോ, പുറത്ത് വിവാഹാലോചന വരില്ലേ, എനിക്ക് വരില്ലേ, ഞാൻ അനീഷേട്ടനെ കുറിച്ച് അങ്ങനെ ചിന്തിച്ചിട്ടില്ല, എനിക്ക് അനീഷേട്ടനെ അങ്ങനെ ചിന്തിക്കാൻ കഴിയില്ല എന്നൊക്കെ അനുമോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. ഞാനൊരു കാര്യം പറയട്ടെ, ഒരാൾ ഇഷ്ടമാണെന്ന് പറഞ്ഞ വഴിക്ക് നമുക്ക് ഒരാളോട് ഇഷ്ടം തോന്നും. ഇത് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നമ്മുടെ അടുത്ത് ഒരാൾ ഇഷ്ടമാണെന്ന് പറഞ്ഞ വഴിക്ക് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരാൾ നമ്മുടെ അടുത്ത് വന്നിട്ട് ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ നമുക്ക് അപ്പം തന്നെ അയാളോട് ഇഷ്ടം തോന്നും, പ്രണയം തോന്നും. ഇനി അനുമോള് അവിടെ അനീഷേട്ടനോട് എനിക്ക് വെറുപ്പാണ്, അയാളെ എനിക്ക് ഇഷ്ടപ്പെടാൻ കഴിയില്ല, എന്ത് വൃത്തികെട്ടവനാണെന്നൊന്നും അനുമോളോടെ പറഞ്ഞിട്ടില്ല. അവിടെ വിവാഹം കഴിക്കാനായിട്ട് ഞാനിപ്പോൾ താല്പര്യപ്പെടുന്നില്ല എന്നും അനീഷേട്ടനെ കുറിച്ച് അങ്ങനെ ചിന്തിച്ചിട്ടില്ല, അയ്യോ ഞാൻ അങ്ങനെ ചിന്തിക്കുന്നേ ഇല്ല എന്ന് അവിടെ പറഞ്ഞിട്ടുള്ളൂ. അയ്യോ എനിക്കത് ചിന്തിക്കാൻ കഴിയില്ല എന്നും. പക്ഷേ ഇനി ഒരു കാലത്തും ചിലപ്പോൾ ചേഞ്ച് വരില്ല എന്നൊന്നും ഇല്ല കേട്ടോ. ഞാനിപ്പോൾ ചുമ്മാ പറയുന്നേ ഉള്ളൂ. ഇവിടെ നമുക്ക് ഒരാളുടെ അടുത്ത് പ്രണയം തോന്നി, അല്ലെങ്കിൽ ആ വ്യക്തി നമ്മുടെ അടുത്ത് പ്രപ്പോസ് ചെയ്ത് കുറച്ചുനാൾ ചിലപ്പോൾ ആ ആളുടെ പുറകെ നടന്ന് ഒന്ന് അയാളെ അടുത്ത് ഒന്ന് കൺവിൻസ് ചെയ്യാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ
അത് വിജയകരമായിട്ട് മുന്നോട്ട് പോകാനും ചാൻസ് ഉണ്ട്. അങ്ങനെ തന്നെയല്ലേ ഒട്ടുമിക്ക പ്രണയങ്ങളും. വന്ന് പറഞ്ഞ വഴിക്ക് ആരും അക്സെപ്റ്റ് ചെയ്യില്ലല്ലോ. കുറെ നാള് പുറകെ നടന്ന് കുറെ നാൾ അയാളെ ഓക്കെ ആക്കാൻ നോക്കി, ചിലപ്പോൾ വർഷങ്ങളോളം പുറകെ നടന്നിട്ടും അവര് കല്യാണം കഴിക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ പ്രണയിക്കുന്നവരുണ്ട്. ഇനി അവര് പരസ്പരം അങ്ങനെ ആവാൻ പറ്റാതെ പിരിഞ്ഞു പോകുന്നവരുണ്ട്. അപ്പൊ എന്ത് വേണമെന്നുണ്ടെങ്കിലും സംഭവിക്കാം. ഇതിനെ അനുമോളെ കുറ്റപ്പെടുത്തുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമിൽ വെച്ച് അനുമോളെടുത്ത് അന്വേഷണം എന്തിന് തേച്ചു എന്നൊരു ചോദ്യം ചോദിക്കുന്നതിന്റെ അർത്ഥവും എനിക്ക് മനസ്സിലാവുന്നില്ല. എന്ത് ചെയ്താലും എങ്ങനെ ചെയ്താലും അനുമോൾക്ക് കുറ്റം. ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയില് 100 ദിവസം നിന്നപ്പോഴും അനുമോൾക്ക് കുറ്റം. ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷം അനുമോളുടെ കുറ്റങ്ങൾ കണ്ടെത്താൻ നടക്കുന്നു. എന്താ പറയാ, ഇപ്പൊ അനുമോളെ സംബന്ധിച്ചിടത്തോളം അങ്ങോട്ട് തിരിഞ്ഞ കുറ്റം ഇങ്ങോട്ട് തിരിഞ്ഞ കുറ്റം, എവിടെ എന്ത് ചെയ്താലും പ്രശ്നം എന്ന് പറഞ്ഞ അവസ്ഥയാണ്. അനുമോള് ഇതിനെക്കുറിച്ച് ഒന്നും ബോധർ ചെയ്യാണ്ട് തന്നെയാണ് മുന്നോട്ട് പോയോണ്ടിരിക്കുന്നത്. നമുക്കറിയാം, സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവരിയ എറിയാനോ അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറ്റം പറയാനോ അല്ലെങ്കിൽ അവനാനെ വെളുപ്പിക്കാനോ ഒന്നിനും അനുമോള് വരുന്നില്ല. അനുമോളുടേതായ ലോകത്ത് അവിടെ ഉദ്ഘാടനങ്ങൾ അല്ലെങ്കിൽ പ്രോഗ്രാമുകൾ മറ്റു കാര്യങ്ങൾ ഒക്കെയായി ആ കിട്ടുന്ന വരുമാനം ഈ സമയത്തെ കിട്ടുള്ളൂ തനിക്ക് എന്നറിയാവുന്നത് കൊണ്ട് തന്നെ അത് നല്ല രീതിയിൽ വിനിയോഗിച്ചുകൊണ്ട് നന്നായിട്ട് മുന്നോട്ട് പോവാണ് അനു ചെയ്യുന്നത്. പക്ഷേ ഇവിടെ വീണ്ടും 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 അനു എന്ന് പറയുന്ന വ്യക്തി എടുത്ത് എങ്ങനെ ഇട്ട് മോശക്കാരിയാക്കാൻ വലിച്ചു കീറാം എന്നാലോചിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിലുള്ളവരും അല്ലെങ്കിൽ ഗ്രൂപ്പിലുള്ളവരും അനീഷിന്റെ ഫാൻസും ഒക്കെ ശ്രമിക്കുന്നുണ്ട്. അനീഷ് ശ്രമിച്ചൊന്നും ഞാൻ ഒരിക്കലും പറയില്ല കേട്ടോ. ഇപ്പൊ ബിഗ് ബോസ് വീടിനുള്ളിൽ അനീഷ് നടത്തിയത് ഒരു പ്രണയ നാടകമാണെന്ന് മാത്രമാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരിക്കലും റിയൽ ആയിട്ടുള്ള പ്രണയമൊന്നും അനുമോളുടെ അടുത്ത് ഉണ്ടായിരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എൻ്റെ ഒരു തോന്നലാണ് ഞാൻ പറയുന്നത്. ഇനി റിയൽ ആയിട്ടുള്ള പ്രണയം ഉണ്ടെങ്കിൽ ഞാൻ അതിനെ കുറ്റം പറയുന്നില്ല. പ്രണയം തോന്നുന്നത് ഒരു കുറ്റമായിട്ട് ഞാനും പറയുന്നില്ല എന്നുള്ളതുകൊണ്ട്. പക്ഷെ എനിക്ക് തോന്നിയിട്ടില്ല റിയൽ ആയിരുന്നു എന്നുണ്ടെങ്കിൽ, അങ്ങനെയായിരുന്നു എന്നുണ്ടെങ്കിൽ, അനുമോളുടെ അടുത്ത് അനീഷ് ഉണ്ടായിരുന്നത് റിയൽ പ്രണയമായിരുന്നു എന്നുണ്ടെങ്കിൽ ഞാൻ പറയും ഒരുപക്ഷെ ആ കപ്പ് അനീഷിന്റെ കയ്യിലിരുന്നേനെ. കാരണം ആ ലാസ്റ്റ് വന്ന വീക്ക് എല്ലാവരും കൂടി അനുമോളെ അത്രമാത്രം അറ്റാക്ക് ചെയ്ത് ദ്രോഹിക്കുന്ന സമയത്ത് ഒരു വാക്കുമിണ്ടാനോ അനുമോളെ സപ്പോർട്ട് ചെയ്യാനോ ഒന്നിനും ശ്രമിക്കാത്ത അനീഷിന്റെ ആ പ്രണയം എവിടെ പോയി എന്നൊരു ചോദ്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഒരിക്കലും അനുമോളുടെ അടുത്തുണ്ടായിരുന്നത് അനീഷിന് റിയൽ പ്രണയമല്ലായിരുന്നു എന്നുള്ളത്. ഇനി ഇപ്പോ അനീഷിനെ ചാൻസ് ഇല്ലാന്നൊന്നും ഞാൻ പറയില്ല കേട്ടോ. അങ്ങനെ അനുമോളുടെ അടുത്ത് റിയൽ പ്രണയമായിരുന്നു, അനുവിനെ കല്യാണം കഴിക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ അനുമോളുടെ വീട്ടിൽ വന്ന് ചിലപ്പോൾ പ്രപ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ നടക്കില്ല എന്നൊന്നും ഞാൻ പറയില്ല. എന്ന് വെച്ചാൽ അനുമോളുടെ ഫാമിലിക്ക് അനീഷിന്റെ അടുത്ത് വിരോധം ഉണ്ടെന്നൊന്നും എൻ്റെ ഒരു തോന്നലില്ല. അച്ഛനൊക്കെ ഭയങ്കര താല്പര്യത്തോടെയാണ് സംസാരിച്ചത്. അതുകൊണ്ട് തന്നെ അതായിരിക്കണം അനുമോൾ ഇപ്പൊ അങ്ങനെ ഒരു ഡയലോഗ് പറഞ്ഞതും. ഇപ്പൊ ഇതിനെ വെച്ചുകൊണ്ടാണ് ഒരുപാട് പേര് കളിയാക്കുന്നത്. അനുമോൾ ഇപ്പോഴും അനീഷിന്റെ ലൈഫ് വെച്ച് കളിക്കുന്നു, അനീഷിനെ വിടാനായിട്ട് താല്പര്യമില്ല, എന്തിനാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട്. അനുവിന്റെ അടുത്ത് അനീഷിനെ തേച്ചോ ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ അനുമോൾ എന്ത് മറുപടിയാണ് പറയേണ്ടത്? അനീഷിനെ തേക്കാൻ മാത്രം അനുമോൾ അവിടെ എന്ത് തെറ്റാണ് ചെയ്തിട്ടുള്ളത്? അപ്പൊ പിന്നെ അനു എന്ത് മറുപടിയാണ് കൊടുക്കേണ്ടത്? അതൊരു തമാശ രീതിയിൽ അനുമോൾ അവിടെ ഒരു മറുപടി പറഞ്ഞ് അവസാനിപ്പിച്ച ഒരു വിഷയമാണ്. പക്ഷെ ഇത് വീണ്ടും 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 കുത്തിപ്പൊക്കി അനുമോൾക്കെതിരെ പ്രയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ വിനു വിഷയമാണെന്നുണ്ടെങ്കിലും അനുവും എല്ലാവരും അനുവുമായി ബന്ധപ്പെട്ട് എന്ത് സംഭവിച്ചാലും അനുവിന്റെ വോയിസ് പുറത്തായി, അവരിനോട് അവര് പറയുന്നത് പുറത്ത്, അങ്ങനെ പുറത്ത് ഇങ്ങനെ പുറത്ത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ മോശമായിട്ട് ഇപ്പോഴും അനുവിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ സത്യത്തിൽ അനു ആരെയും ദ്രോഹിക്കാനായിട്ട് വരുന്നില്ലല്ലോ. ഇപ്പൊ ഈ ബിന്നിയുടെ വിഷയമാണെങ്കിൽ പോലും ബിന്നിയാണ് അനുമോളെ കുറിച്ച് വീണ്ടും 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 വീഡിയോ ചെയ്ത് അനുവിനെ മോശമാക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ വിനുവുമായിട്ടുണ്ടായിട്ടുള്ള വിഷയവും ബിന്നിയുമായി ബന്ധപ്പെട്ടുള്ളതാണെന്ന് നമുക്കറിയാം. ഇതിൽ ഇപ്പൊ ബിന്നിയും അനുവും ഒക്കെ ഇപ്പൊ വിനുവിനെതിരെ തിരിയുന്ന ഒരവസ്ഥ വന്നു. ഞാൻ വിനുവിനെ പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നില്ല, പൂർണ്ണമായിട്ട് എനിക്ക് വിനുവിനെ തള്ളിക്കളയാനും കഴിയില്ല. കാരണം അനുമോളെ അത്രയും സപ്പോർട്ട് ചെയ്ത് അത്രയും കൂടെ നിന്ന് അനുമോള് വിജയിക്കുന്നത് വരെയും അനുമോളെ സപ്പോർട്ട് ചെയ്ത ഒരു വ്യക്തി. പക്ഷെ ഈ ഒരു സാഹചര്യത്തിൽ ബിന്നിയുമായി ബന്ധപ്പെട്ടുണ്ടായുള്ള ഈ വിഷയവും പ്രശ്നങ്ങളും കാരണം അവർ തമ്മിൽ പിരിയേണ്ട ഒരു അവസ്ഥയും വന്നു, കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ചെറിയ വിഷയങ്ങൾ സോഷ്യൽ മീഡിയയിൽ എടുത്തിട്ട് അലക്കുകയും അതിനെ വലിയതായിട്ട് പെരുപ്പിച്ച് കാണിച്ച് വലിയ വലിയ പ്രശ്നങ്ങളാക്കുകയും ചെയ്യുമ്പോഴാണ് പരസ്പര ബന്ധങ്ങൾ പോലും വഷളായി പോവാണ്. ഇപ്പോൾ ബിഗ് ബോസ് വീടിനുള്ളിൽ വെച്ച് തന്നെ അതൊരു ഗെയിം ആയിരുന്നു എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കാത്ത കുറേ താരങ്ങൾ, അതായത് അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന കുറേ താരങ്ങൾ എന്ന് തന്നെ പറയട്ടെ, അവളുമാര് അല്ലെങ്കിൽ അവന്മാര് ഈ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന ഈ കോപ്രായങ്ങൾ മുഴുവൻ കാണിച്ചു കൂട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ചെളി വാരി എറിഞ്ഞ് ഇത്രയും പ്രശ്നങ്ങൾ സൃഷ്ടിച്ചത് ഇവരാണ്. അതൊരു ഗെയിമായിരുന്നു. പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഞങ്ങൾക്കിടയിൽ ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ അവർക്കൊന്ന് കോംപ്രമൈസ് ചെയ്യാൻ ശ്രമിച്ചിരുന്നെങ്കിൽ ഇതൊന്നും ഉണ്ടാവുമായിരുന്നില്ല.
അവർ സ്നേഹത്തോടെ വീഡിയോ ചെയ്യുന്നു, അല്ലെങ്കിൽ അവർ സ്നേഹത്തോടെ അവിടെ മീറ്റപ്പ് ചെയ്യുന്നു, എല്ലാം ചെയ്ത് കഴിഞ്ഞ് ഇവിടെ പറയുന്ന ഈ ഫാൻസിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത വിളിക്കുന്ന ഈ ഫാൻസ് പോലും അവരൊന്നിച്ചു, പിന്നെ എന്തിനിപ്പോൾ നമ്മൾ അവരെ കുറിച്ച് കുറ്റം പറയണം എന്ന് ചിന്തിച്ചുകൊണ്ട് ആ ഒരു ടോപ്പിക് അവിടെ അവസാനിപ്പിക്കും. ഇപ്പൊ ആദില നൂറ വിഷയത്തിലാണെങ്കിൽ പോലും ആദില വന്നിട്ട് ക്ഷമ പറയുന്നു, ഞങ്ങളുടെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് സമ്മതിക്കുന്നു എന്ന് പറയുന്നു. ആദിലയ്ക്ക് അനുമോളെയാണ് ഏറ്റവും ഇഷ്ടം എന്ന് പറയുന്നു, നൂറ കഴിഞ്ഞാൽ ഏറ്റവും ഇഷ്ടം അനുമോളയാണെന്ന് പറയുന്നു. അപ്പോൾ അവിടെ അവർ തമ്മിൽ ഒരുപാട് വിഷയങ്ങളുണ്ട്. എനിക്ക് ആദില നൂറേനെ ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്ത അത്രയും രീതിയിലുള്ള തെറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഞാനും ഒരുപാട് തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് അവരിനി ഒരിക്കലും ഒന്നിക്കരുത് എന്ന്, ഇവരെ ജന്മത്ത് വിശ്വസിക്കാൻ കൊള്ളില്ല, കൂടെ കൂട്ടരുത് എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അനുമോൾക്ക് അവരുടെ അടുത്ത് ക്ഷമിക്കാൻ കഴിയുകയും അവരെ ഒന്ന് ചേരാൻ കഴിയുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കഴിയട്ടെ എന്ന് തന്നെയാണ് ഞാനിപ്പോൾ ചിന്തിക്കുന്നത് കേട്ടോ. ഇതൊരു വാശി, വൈരാഗ്യം, ദേഷ്യം, കലിപ്പ് ഒക്കെ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകണമെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. കുറച്ച് നാളെടുക്കും നമുക്ക് ആ ഒരു വിഷമവും കാര്യങ്ങളും ഒക്കെ മനസ്സിലാക്കാനും, അല്ലെങ്കിൽ അതൊക്കെ മറന്ന് അതൊരു സ്നേഹബന്ധത്തിലാവും കുറച്ച് സമയം എടുക്കും. ആ ഒരു സമയം കഴിഞ്ഞാൽ അവരൊന്നിക്കുകയാണെങ്കിൽ ഒന്നിക്കട്ടെ എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. വെറുപ്പും വിദ്വേഷവും എല്ലാ കാലത്തും കൊണ്ടു നടക്കേണ്ട ഒരു കാര്യമൊന്നുമില്ല. ഇപ്പൊ അത്രയും ശത്രുക്കളാവാൻ മാത്രമല്ല വലിയ തെറ്റുകളൊന്നും അവർക്കിടയിൽ ആ ബിഗ് ബോസ് വീടിനുള്ളിൽ അതൊരു ഗെയിമിന്റെ ഭാഗമായി സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്, അതിൻ്റെ ഇടയിൽ സംഭവിച്ചിട്ടില്ല. അല്ലാതെ പുറത്തു വന്നിട്ട് അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും ദ്രോഹിക്കുകയും ഇതൊക്കെ ചെളിവാരി അറിയൊക്കെ ചെയ്യുന്നവരെയാണ് കൂടുതൽ നമ്മൾ ഭയക്കേണ്ടത്. അവിടെ അതിനുള്ളിൽ വെച്ചിട്ട് ഇവർക്ക് പരസ്പരം അറിയാതെ സംഭവിച്ചു പോകുന്ന കുറേ കാര്യങ്ങളാണ്. അതിനൊക്കെ എടുത്തിട്ട് അവരൊന്നിക്കരുതെന്നൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. അവരൊന്നിക്കാണെങ്കിൽ ഒന്നിക്കട്ടെ എന്ന് തന്നെ ഞാൻ ഈ വിഷയത്തിൽ ചിന്തിക്കുള്ളൂ. പക്ഷേ നമുക്കറിയാം പുറത്തു വന്നിട്ട് അനുമോളെ കുറിച്ച് അത്രയും മോശമായിട്ടുള്ള സംസാരിച്ചിട്ടുള്ള ആൾക്കാരുണ്ട്. അവരെ ഒന്ന് ക്ഷമിക്കാനായിട്ട് ചിലപ്പോൾ അത്ര പെട്ടെന്ന് സാധിച്ചെന്ന് വരില്ല. ഇപ്പൊ ബിന്നിയുടെ വിഷയമാണെങ്കിൽ മാത്രമല്ല, പിന്നെയും കുറെ വിഷയങ്ങളുണ്ട്, പലരും ഉണ്ട്. അപ്പോൾ അവരൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നെ അറിയാം. RJ ബിൻസി കുറെ പേരുണ്ടല്ലോ അങ്ങനെ. ഇപ്പൊ വീണ്ടും ശാരിക ഒക്കെ വീണ്ടും ഇങ്ങനെ ചെളിവാരി അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. ഇവരോടൊന്നും ക്ഷമിക്കാനായിട്ട് ചിലപ്പോൾ അത്ര പെട്ടെന്ന് ഒന്നും സാധിച്ചെന്ന് വരില്ല. ഇപ്പോൾ ബിന്നിയുടെ വിഷയം പറയുകയാണെന്നുണ്ടെങ്കിൽ ആ മരണ വീട്ടിൽ പോയിട്ട് ചിരിച്ചു എന്ന് പറഞ്ഞതുകൊണ്ട് ഒരുപാട് പേര് ബിന്നിക്കെതിരെ തിരിഞ്ഞു. ഇതിന്റെ ഒക്കെ കലിപ്പ് തീർക്കുന്നത് എനിക്ക് തോന്നുന്നു അനുമോളുടെ അടുത്താണെന്ന് തോന്നുന്നു. ഏതാണ്ട് അനുമോളുടെ ഫാൻസ് കയറി ബിന്നിയെ അറ്റാക്ക് ചെയ്യുന്ന തരത്തിലാണ് ബിന്നി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ അനുമോളുടെ ഫാൻസ് നല്ല ബിന്നി കാണുന്ന പ്രേക്ഷകരിൽ ഒരുപാട് പേര് ചിലപ്പോൾ ഇത് കാണുന്ന സമയത്ത് റിയാക്ട് ചെയ്യുന്നതായിരിക്കാം. പക്ഷേ ആ മരണ വീട്ടിൽ ചെന്ന് ചിരിച്ചു എന്ന് പറയുന്ന ആ ടോപ്പിക്കിൽ ഞാൻ ഒരിക്കലും ബിന്നിയെ എന്താ പറയുക സപ്പോർട്ട് ചെയ്യാതിരിക്കില്ല കേട്ടോ. ആ വിഷയത്തിൽ ഞാൻ ബിന്നിയെ സപ്പോർട്ട് ചെയ്യുള്ളൂ. കാരണം ഇപ്പൊ മരണ വീടാണ് എന്ന് വിചാരിച്ച് പുറത്തിറങ്ങി നിൽക്കുന്ന സമയത്ത് നമുക്ക് പരിചയമുള്ള ഒരാളെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ചിരിക്കാതെ മുഖം വീർപ്പിച്ച് കലിപ്പിൽ പിടിക്കണോ, കരയണോ അവരെ കാണുമ്പോൾ? സത്യം പറഞ്ഞാൽ അവിടെ എന്ത് വികാരമാണ് നമ്മൾ കാണിക്കേണ്ടത്? പരിചയമുള്ള ഒരാളെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഒന്ന് ചിരിച്ചു പോവും, ജസ്റ്റ് ഒന്ന് ചിരിച്ചു പോവും. അതൊന്ന് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതാണ്. പിന്നെ അകാലത്തിൽ മരണപ്പെട്ട അത്രയും ഒരു ഇതിൽ മരണപ്പെട്ട ഒരു വ്യക്തിക്കാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു പക്ഷേ അവിടെ വന്ന് ഭയങ്കര സങ്കടത്തിൽ നിൽക്കുകയാണ്, അത്രയും സിറ്റുവേഷൻ ആണെന്നൊക്കെ ഉണ്ടെങ്കിൽ ഓക്കെ, ഇത് പ്രായമായ ഒരു സ്ത്രീ അവിടെ മരിച്ചു, ബഹുമാനം കൊടുത്ത് ആ സ്ത്രീ വന്ന് കണ്ട് അത്രയും ഇതിൽ നിന്ന് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പരിചയമുള്ള ഒരാളെ കണ്ട സമയത്ത് ഒന്ന് ചിരിച്ചു പോയേനെ അത്ര വലിയ കുറ്റമായിട്ട് പിന്നെയെ കുറ്റപ്പെടുത്തേണ്ട ആവശ്യകതയുണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മളാണെങ്കിലും എന്ത് ചെയ്യുന്നു നമ്മളൊന്ന് ചിന്തിച്ചാൽ മതി. നമ്മുടെ സിറ്റുവേഷനിലാണെന്നുണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യും? അവരുടെ അടുത്ത് കലിപ്പ് കാണിക്കുക, ദേഷ്യം കാണിക്കുക, അല്ലെങ്കിൽ അവരെ കാണുമ്പോൾ കരഞ്ഞാണോ കാണിക്കുക, എന്താണ് ചെയ്യാന്ന് ആലോചിച്ചാൽ മതി. ആ ഒരു വിഷയത്തിൽ ഞാൻ ഒരിക്കലും ബിന്നിയെ കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷേ ഇവിടെ വീണ്ടും അനുമോൾക്കെതിരെ ഈ പണ്ടുണ്ടായ സംഭവങ്ങൾ, അല്ലെങ്കിൽ ബിഗ് ബോസ് വീടിനുള്ളിലുണ്ടായ സൈബർ അറ്റാക്കിനും ഇതിന് പുറത്തിറങ്ങിയിട്ടുണ്ടായ അറ്റാക്കിനും എല്ലാത്തിനും അനുവാണ് കാരണം എന്ന് പറഞ്ഞാൽ അനുവിനെ കുറ്റപ്പെടുത്തുന്നു, ഇതാക്കുന്നു, എല്ലാത്തിനും അനുവിനെ കുറ്റം എന്ന് പറയുന്ന ഒരവസ്ഥ അത് ശരിയല്ല. ബിഗ് ബോസ് കഴിഞ്ഞു, ഇത്രയും ദിവസങ്ങൾ കഴിഞ്ഞു, ഇനി അനുവിനെ എല്ലാത്തിനും കുറ്റപ്പെടുത്തുകയും അനു എന്ത് പറഞ്ഞാലും എന്ത് ചെയ്താലും ബിഗ് ബോസ് വീടിനുള്ളിലെ കാര്യങ്ങൾ പറഞ്ഞ് ഇനിയും അനുമോളെ ടോർച്ചർ ചെയ്യുക അല്ലെങ്കിൽ ടാർഗറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യം തന്നെയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ അനീഷും അനുമോളും തമ്മിൽ ഒരു പ്രശ്നമില്ലാതെ അവർ നന്നായി മുന്നോട്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർ ഒരുമിച്ച് ഒരു ഉദ്ഘാടനത്തിന് വരികയും അനുമോളുമായിട്ട് മീറ്റ് ചെയ്യുന്നുണ്ടെന്ന് അനീഷ് കൃത്യമായിട്ട് പറയുകയും ഒക്കെ ചെയ്തത്. അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ അവർ തമ്മിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോട്ടെ. വീണ്ടും അവർ തമ്മിൽ പ്രണയമല്ലേ അല്ലെങ്കിൽ നീ തയ്ച്ചതല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇനിയും ഇതും പറഞ്ഞ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കുന്നതല്ലേ നല്ലത്. അവർ സൗഹൃദത്തിൽ പോവട്ടെ. അതൊരു ഗെയിം ആയിരുന്നു എന്നുള്ളത് നമുക്ക് അറിയാവുന്ന കാര്യമല്ലേ, അത് അങ്ങനെ തന്നെ കാണുന്നതല്ലേ നല്ലത്. ഇപ്പൊ അനീഷിന്റെ ഒരു ഗെയിം ആയിരുന്നു, അല്ലെങ്കിൽ അനുമോളുടെ ഒരു ഗെയിം ആയിരുന്നു, ആ ഗെയിം അവിടെ അവസാനിച്ചു. അല്ലാതെ അങ്ങോട്ട് നീ അവനെ ചതിച്ചു അല്ലെങ്കിൽ നീ അവളെ ചതിച്ചു എന്ന് പറയുന്നതിനോട് എനിക്കൊട്ടും യോജിപ്പ് തോന്നുന്നില്ല കേട്ടോ. എന്തായാലും നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? അനുമോൾ അങ്ങനെ അനീഷിനെ ചീറ്റ് ചെയ്തു, ചതിച്ചു എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എനിക്ക് എൻ്റെ അറിവില് ഒരിക്കലും അനുമോൾ അങ്ങനെ അനീഷിനെ തേച്ചിട്ടൊന്നുമില്ല. അവിടെ ഒരു ഗെയിമിന്റെ ഭാഗമായി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംഭവിച്ച കുറച്ച് കാര്യങ്ങൾ മാത്രമാണത്. ഇനി റിയൽ പ്രണയം അവർക്കിടയിൽ ഉണ്ടായിരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഉണ്ടെങ്കിൽ മുന്നോട്ട് പോട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്.